ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വേഗത്തിലൊരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ ചെമ്മീൻ ആദ്യം പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ വരുന്ന വരെ വെച്ചിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ചെമ്മീനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം പാനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം, ഏത് ഓയിലായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത ഉള്ളി അത് കുറച്ച് എടുക്കാം. ഞാൻ ഇതിനായിട്ടിപ്പോൾ ഒരു 4 വലിയ ഓണിയനാണ് എടുത്തത്. മീൻസ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓണിയൻ മസാലയൊക്കെ ഉള്ളത് ഇഷ്ടമാണ്. അപ്പോൾ ഓണിയൻ വേണ്ടാത്തവർ കുറച്ച് ഓണിയൻ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് അധികം എടുക്കാം. അത് അവരവരെ ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ചെറുതായിട്ട് മുറിച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ടൊന്ന് കളറ് ചേഞ്ചായി ഉള്ളി വാടിയൊക്കെ വരുമ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി, സോയാ സോസ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് ചേർത്ത് കുക്കായി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/4 കപ്പ് വെള്ളം മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഓണിയനൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്, കുറച്ച് ക്രിസ്പിയൊക്കെ ആണ്. അപ്പോൾ അതിലേക്ക് തന്നെ ഈ ചെമ്മീനും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി എന്തെങ്കിലും സോൾട്ട് വേണം, അല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിനിഗർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഈ കുക്കിംഗ് വീഡിയോ ഒന്ന് ലോങ് ആയിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, കുറേ സമയത്തിന് ശേഷമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.